ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ 19-ാം തീയതി ഈ പ്രഭാതത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അതുകൊണ്ട് തന്നെ ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലേവ്യ പുസ്തകം 15-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം രസകരമായിരിക്കുന്ന അധ്യായമാണ്. ഈ അധ്യായത്തിൽ ചില പ്രത്യേക രോഗങ്ങളെ, അശുദ്ധികളെ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം വെറുക്കുന്ന അശുദ്ധികളാണ് മനുഷ്യൻ്റെ ആന്തരിക സ്രവങ്ങളെന്ന് പറയുന്നത്. മനുഷ്യൻ്റെ അംഗങ്ങളിൽ നിന്ന് സ്രവിക്കുന്നതൊക്കെയും അശുദ്ധമാകിയാൽ അതെല്ലാം കഴുകി ശുദ്ധീകരണം പ്രാപിക്കണം. പല വിധത്തിലുള്ള സ്രവങ്ങളുണ്ട് മനുഷ്യന് വരുന്നത്. അവനുള്ള സ്രവങ്ങളെല്ലാം വളരെ അശുദ്ധിയെ കാണിക്കുന്നതാണ്. മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ, അങ്ങനെയുള്ള അനേക സ്രവങ്ങളുണ്ട്. ആ സ്രവങ്ങളൊക്കെ ഓരോ രോഗങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് വരുന്നതായിരിക്കുന്ന സ്രവങ്ങളുണ്ട്. ആ സ്രവങ്ങളൊക്കെ ശുദ്ധീകരിക്കപ്പെടേണ്ട സ്രവങ്ങളാണ്. എന്നാൽ ഞാൻ പറയട്ടെ, മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിൽ നിന്ന് വരുന്ന സ്രവങ്ങളെക്കാൾ വളരെയേറെ ആപൽകരമാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്രവങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ നൽകിയിട്ടുണ്ട്. ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത, ഇങ്ങനെ എന്തെല്ലാം സ്രവങ്ങളാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്. കർത്താവ് പറഞ്ഞു, ഇതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ശരിയല്ലേ? മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പുറത്തു നിന്ന്, ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരുപാട് സ്രവങ്ങളുണ്ട്. ഞാൻ ആ സ്രവങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ ദീർഘമായിട്ട് പറയുന്നില്ല. എന്നാൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈ സ്രവങ്ങളെ നാം വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ബാഹ്യമായ വിശുദ്ധി ആവശ്യമാണ്. പഴയ നിയമത്തിൽ അത് വളരെ നിഷ്കർഷിച്ചിരുന്നു. എന്നാൽ ആന്തരികമായ വിശുദ്ധിക്കാണ് കൂടുതൽ പ്രാധാന്യം. കർത്താവ് അതേക്കുറിച്ച് പറഞ്ഞു. കർത്താവും പരീശന്മാരും ശാസ്ത്രിമാരുമായിട്ട് കൂടെ ഉണ്ടായതായിരിക്കുന്ന ഏറ്റുമുട്ടലിൽ ഒരൈറ്റം എന്ന് പറയുന്നത് ബാഹ്യമായ വിശുദ്ധി. കർത്താവ് അതിനേക്കാൾ കൂടുതൽ ആന്തരികമായ വിശുദ്ധിക്ക് പ്രാധാന്യം നൽകി. അത് യഹൂദന്മാർക്ക് സമ്മതമായിരുന്നില്ല. കർത്താവ് അവരെക്കുറിച്ച് പറഞ്ഞത് കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നവരാണ്, അകമേ ക്ലാവ് പിടിച്ചിരിക്കുകയാണ്, അത് വിഷയമല്ല. ശവക്കല്ലറുകളുടെ കോട്ടകളുടെ പുറം വെടിപ്പാക്കും, നല്ല മാർബിളും ഒക്കെ ഇട്ട് വെക്കും. പക്ഷേ അകത്താണെങ്കിൽ അത് അസ്ഥികൾ ഒക്കെ ദ്രവിച്ച് കിടക്കുന്നതായിരിക്കുന്ന അവസ്ഥയാണ്. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെയാണ് ആദ്യം ശുദ്ധമാക്കേണ്ടത്. അകം സൃഷ്ടിച്ചവനല്ലേ പുറവും സൃഷ്ടിച്ചത്. അപ്പോൾ അകത്തുനിന്ന് വേണം ശുദ്ധീകരണം തുടങ്ങാനെന്നാണ് പറഞ്ഞത്. അത് അങ്ങനെയാണെങ്കിലും ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്രവങ്ങൾ അശുദ്ധരായവർ എങ്ങനെ ശുദ്ധീകരിക്കണമെന്നാണ്. അതേക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സ്രവങ്ങളാൽ അശുദ്ധരായവർ ഒഴുക്കുവെള്ളത്തിൽ കഴുകി ശുദ്ധി പ്രാപിക്കണമെന്നാണ്. ഒഴുക്കുവെള്ളത്തിൽ കഴുകി ശുദ്ധി പ്രാപിക്കണം. പണ്ട് പറയാറുണ്ട്, ഒഴുക്കുവെള്ളത്തിൽ അഴുക്കില്ലെന്ന് പറയാറുണ്ട്. ശരിയാണോന്ന് എനിക്കറിയില്ല. ഒഴുക്കുവെള്ളം എടുത്ത് നോക്കിയാലും ഒരു അഴുക്ക് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതായാലും ഒഴുക്കുവെള്ളം അശുദ്ധിയെ ഒഴുക്കിക്കളയുന്നതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിച്ചാൽ ആ അശുദ്ധി അവിടെ തന്നെ കിടക്കും. അതുകൊണ്ടാണ് ഈ ചില കുളങ്ങളിൽ പോയി കുളിക്കരുതെന്ന് പറയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് കുളിച്ച എല്ലാ മനുഷ്യരുടെയും അശുദ്ധി അവിടെ തന്നെ കിടപ്പുണ്ട്. ചില കഷ്ടകരമായ കാര്യമാണ്. ചില കുളങ്ങളിൽ ഒരു ഭാഗത്ത് പുരുഷന്മാർ കുളിക്കുന്നു, വേറൊരു ഭാഗത്ത് സ്ത്രീകൾ അവരുടെ വസ്ത്രവേല അലക്കുന്നു, വേറൊരിടത്ത് കാളെ കുളിപ്പിക്കുന്നു, ഇവിടെ ആനയെ കുളിപ്പിക്കുന്നു, അല്ലേ? വേറെ ചിലർ വായിൽ അത് വെള്ളമൊഴിച്ച് പല്ല് തേച്ച് അതിലേക്ക് തന്നെ തുപ്പുന്നു. വേറെ ഇടത്തുനിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കുളത്തിൽ കിടക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ കുളത്തിലെ വെള്ളമെന്ന് പറയുന്നത് പച്ച വെള്ളമെന്ന് പറയുമല്ലേ, പച്ചവെള്ളം, ഗ്രീൻ വാട്ടർ. അത് അങ്ങനെ വെള്ളമാണ്. അഴുക്കുമല്ല, ഈ പായലും ഒക്കെ പിടിച്ചത് അങ്ങനെ കിടക്കുന്നതായിരിക്കുന്ന കാഴ്ച എത്ര മോശമാണ്. ഒഴുക്കുവെള്ളത്തിൽ വേണം, ഒഴുക്കുവെള്ളത്തിൽ വേണം. രോഗിയെപ്പറ്റിയോ മറ്റേ സ്രവക്കാരനെ പറ്റി പറയുമ്പോൾ അവൻ ഒഴുക്കുവെള്ളത്തിൽ അശുദ്ധിയെ കഴുകിക്കളയണമെന്നാണ്. വളരെ ശ്രദ്ധയോടെ ജീവിതത്തിൻ്റെ അഴുക്കളെ നാം കഴുകിക്കളയണമെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പാപങ്ങൾ മറ്റുള്ളവരെ ബാധിക്കുവാൻ ഇടയാകാത്ത വിധത്തിൽ അവയെ കഴുകിക്കളയണം. ഈ ചിലരുടെ പാപങ്ങളെ പരിഹരിക്കാനായിട്ട് അവർ കൗൺസിലിങ്ങിന് പോകാറുണ്ട്. കൗൺസിലറൊക്കെ ചെന്ന് പറയും, എനിക്കിങ്ങനെ പറ്റി, എനിക്കിങ്ങനെ പറ്റി, എനിക്കിന്ന പാവം ഞാൻ ഇത് പാവം ചെയ്തു. ശരിയപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? കൗൺസിലറും ഈ പാപത്തിൽ തന്നെ വീഴും. അതാണ്, കൗൺസിലറും ഈ പാപത്തിൽ തന്നെ. കാരണം എന്താണ്? ഈ പാപം ചെയ്യുന്ന ആളാണ്, ഈ പാപം ചെയ്യാൻ സാധ്യതയുള്ള ആളാണ്, അതിന് അവൈലബിൾ ആണെന്ന് കാണുമ്പോൾ അങ്ങനെ പറയും. ചിലരങ്ങനെ പറയാറുണ്ട്. നമ്മുടെ രഹസ്യപാപങ്ങളെ മറ്റുള്ളവരോട് നാം ഏറ്റു പറയുമ്പോൾ അവരും നമ്മുടെ രഹസ്യപാപത്തിൽ പങ്കാളികളാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം നാം തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം. ഭർത്താവ് കൗൺസിൽ ചെയ്യുമ്പോൾ ഭാര്യയോട് കൂടെയുള്ളത് നല്ലതാണ്. കാരണം എന്താണ്? പ്രത്യേകിച്ച് സ്ത്രീകളെ കൗൺസിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വേണം. അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒഴുക്കുന്നേറ്റിൽ ഇതിനെ കഴുകിക്കളയണമെന്നാണ്. ഇതിനെ വാഷിറ്റവേ എന്നാണ്. വാഷിറ്റവേ. മറ്റേതങ്ങനെയല്ല, വാഷ് ഡൗൺ ആണ്. ഒരു പാത്രത്തിൽ കുട്ടിയെ നിർത്തി കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവസാനം ആ പാത്രത്തിലെ വെള്ളം അഴുക്കല്ലേ.
അതാണ് ആ വെള്ളത്തിൽ പിന്നെയും വേറെ കുട്ടിയെ കൊണ്ടുവന്ന് കുളിപ്പിച്ചാൽ ആദ്യത്തെ കുട്ടിയുടെ അഴുക്കും ചെളിയും എല്ലാത്തിലും ആവില്ലേ? അതുപോലെയാണ് ഒരു കുളത്തിലെ അഴുക്കിൽ. അപ്പോൾ ദൈവം പറഞ്ഞു വേണ്ട, ഒഴുക്ക് നീറ്റിൽ നിങ്ങൾ കഴുകിക്കളയണം. ഒഴുക്ക് നീറ്റിൽ വാഷിറ്റവേ. ആ ചിത്രമെന്ന് പറഞ്ഞാൽ ആ ആറ്റിലെ വെള്ളം തോട്ടിലെ വെള്ളം ഇങ്ങനെ ഒഴുകി താഴോട്ട് പോകുന്നു, അതിനെ അങ്ങനെ ഒഴുക്കി അങ്ങ് കളയുന്നതായിരിക്കുന്നതെന്നാണ്. നമുക്കറിയാം, നമ്മൾ തോട്ടിലൊക്കെയാണ് ചെന്നിട്ട് അവിടെ വെള്ളമൊന്ന് കലക്കി നോക്കുകയെ വളരെ വേഗം എന്ത് ചെയ്യുന്നു, ആ വെള്ളം തെളിവെള്ളമായി വരും. കാരണം കലങ്ങിയ വെള്ളം അങ്ങനെ അങ്ങ് പോകും, ഒഴുകിപ്പോകും. അപ്പോൾ ദൈവം അങ്ങനെയാണ് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിൻ്റെ വലിയൊരു ചിത്രമാണിതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അത് ഇനി ആ പാപത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ആവശ്യമില്ലാതെ വേണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു. അങ്ങനെയുള്ളതായിരിക്കും ഒരു ശുദ്ധീകരണത്തിൻ്റെ അനുഭവമാണ് നമുക്ക് വേണ്ടത് എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ നാം എപ്പോഴും ഓർക്കേണ്ടത്, നാം നമ്മുടെ പാപങ്ങളെ മറ്റുള്ളവർക്ക് പകരാത്ത വിധത്തിൽ, മറ്റുള്ളവരെ അത് ഹനിക്കാത്ത വിധത്തിൽ, മറ്റുള്ളവർക്ക് ആ പകർച്ച കിട്ടാത്ത വിധത്തിൽ നാം അതിനെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കൗൺസിലിങ്ങിലൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അനേക കൗൺസിലർക്ക് പറ്റിയത് അബദ്ധം കേട്ടിട്ടുണ്ട്. അവരെന്ത് അവസാനം ചെയ്തു കൗൺസിലിങ്ങുമായിട്ട് ഓടിപ്പോയ രംഗങ്ങളുണ്ട്. കൗൺസിലർമാർ വ്യഭിചാര കുറ്റത്തിന് കൗൺസിൽ ചെയ്ത് അവസാനം ആ കുറ്റത്തിൽ തന്നെ വീണു പോയതായിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ സംഭവിക്കരുത്. ഒഴുക്കുനീറ്റിൽ വേണം നമ്മുടെ അഴുക്കുകളെ, സ്രവങ്ങളെ കഴുകിക്കളയാനായിട്ടത് ദൈവജനത്തിൻ്റെ ഒരു പ്രമാണമാണ്. കാരണം ആ സ്രവങ്ങൾ മറ്റുള്ളവർക്ക് ദോഷകാരണമായിട്ട് തീരാതിരിക്കുവാനാണ്. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുമ്പോഴും നമ്മുടെ പാപങ്ങൾ മറ്റുള്ളവർക്ക് അതേ പാപം ചെയ്യുവാനുള്ള പ്രേരണയ്ക്കിടയാകരുത്. നമ്മുടെ പാപങ്ങളെ നാം മറ്റുള്ളവർക്ക് ദോഷം വരാത്ത നിലയിൽ വേണം നാം അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.